ചൈനയ്ക്കും പാകിസ്ഥാനും നെഞ്ചിടിപ്പേറ്റുന്ന DRDOയുടെ കാവേരി 2.0 വരുന്നു. ഇന്ത്യയുടെ ആയുധപുരയുടെ കലവറയാകട്ടെ ദിനംപ്രതി ഇപ്പോൾ നിറയുകയാണ്. ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് പുതിയ കരുത്തേകുന്ന നിർണായക നീക്കമാണിപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. സാങ്കേതിക വെല്ലുവിളികളെ തുടർന്നുകൊണ്ട് 18 വർഷം മുൻപ് തേജസ് യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട തദ്ദേശീയ കാവേരി ജെറ്റ് എഞ്ചിനാകട്ടെ ആ ഒരു പദ്ധതി വീണ്ടും ഇപ്പോൾ സജീവമാവുകയാണ്. അടുത്തിടെ തന്നെ അവിടെ വലിയ രീതിയിൽ ഈ സാങ്കേതിക വിദ്യയുടെ വിജയകരമായ പരീക്ഷണവും ആ പദ്ധതിയിലെ പുതിയ പുരോഗതിയും പ്രതീക്ഷിക്കുന്ന വലിയ രീതിയിൽ ആ ഒരു പ്രതീക്ഷകൾക്ക് ഒത്ത് അത് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് പുറത്തിറക്കുന്നത്. വരുന്ന 5 മുതൽ 7 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് സ്വന്തമായി 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമായ അത്യാധുനിക എഞ്ചിൻ വികസിപ്പിക്കണം എന്നതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഇവിടെ കർശനമായ ഒരു നിർദ്ദേശം DRDOയിലെ ശാസ്ത്രജ്ഞർക്ക് നൽകിയിരിക്കുന്നത്. വിദേശ എഞ്ചിനുകളെ ആശ്രയിക്കുന്ന ആ ഒരു അവസ്ഥ അത് അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും തദ്ദേശ സാങ്കേതിക വിദ്യയിലേക്ക് ഇന്ത്യയെ നയിക്കുന്ന നിർണായക ചുവടുവെപ്പായാണ് കാവേരി പദ്ധതിയുടെ തിരിച്ചുവരവിനെ ഇവിടെ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ ഭാവി അവിടെ വ്യോമശക്തിയെയും 6ാം തലമുറ യുദ്ധവിമാന വികസന പദ്ധതിയെയും അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തെയും യാഥാർത്ഥ്യമാക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ പദ്ധതി, അതായത് ഈ കാവേരി വീണ്ടും ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിരോധ ഉൽപാദനത്തിൽ പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാവേരി 2.0 ഇവിടെ ആ ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഊർജം പകരുന്നത്. നിലവിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉൾപ്പെടെയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്ക് കരുത്തേകാൻ പുത്തൻ കാവേരി എഞ്ചിന് സാധിക്കുമെന്നതാണ് വിലയിരുത്തൽ. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കുറഞ്ഞ ട്രസ്റ്റും അതുമൂലമാണ് മുൻപ് തേജസ് പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് കാവേരി ഒഴിവാക്കപ്പെട്ടത്. അതിന് പകരമായി തന്നെ അമേരിക്കൻ കമ്പനിയായ GEF404 എഞ്ചിനുകൾ ആശ്രയിക്കേണ്ടി വന്നതും. എന്നാൽ മുൻകാലങ്ങളിലെ പരാജയങ്ങളിൽ നിന്നും പോരായ്മകളിൽ നിന്നുമെല്ലാം പാഠം ഉൾക്കൊണ്ട് തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് കാവേരിയുടെ 2ാം വരവ് അടയാളപ്പെടുത്തുന്നത്. ഫ്രഞ്ച് ആഗോള കമ്പനിയുടെ സാങ്കേതിക സഹകരണത്തോടു കൂടി തന്നെ DRDOയ്ക്ക് കീഴിലുള്ള ഗ്യാസ് ട്രൈബൽ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. കാവേരി എഞ്ചിൻ പൂർണ്ണ സജ്ജമാക്കുന്നതോടുകൂടി തന്നെ യുദ്ധവിമാന എഞ്ചിനുകൾക്കായി തന്നെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യക്ക് പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കാം. ആഗോള തലത്തിൽ യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമുതലായുള്ള അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ വൻ ശക്തികളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും ഇതോടുകൂടി തന്നെ അഭിമാനത്തോടെ നടന്നു കയറുമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പ്രതിരോധ രംഗത്ത് ഈ വൻ കുതിച്ചുചാട്ടം അതിർത്തികളിൽ ഇന്ത്യയുടെ മേധാവിത്വം ഇരട്ടിയാക്കുമെന്നതാണ് ഇവിടെ ഉറപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.